നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. കരിപ്പൂരിന്റെ 36 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി കോലാലംപൂർ കോഴിക്കോട് വിമാന സർവീസിന് തുടക്കമായി. എയർ ഏഷ്യ വിമാനമാണ് മലേഷ്യയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് ആരംഭിച്ചത്. ഒരു ഭാഗത്ത് പരിമിതികളുടെ കഥ പറയുമ്പോഴും പുതിയ ഉയരങ്ങളിലേക്ക് പറക്കുകയാണ് കോഴിക്കോട് വിമാനത്താവളം. കോലാലംപൂരിൽ നിന്ന് ആദ്യ വിമാനം കരിപ്പൂരിലെത്തിയ ആ ചരിത്ര നിമിഷം കാണാം. ഓഗസ്റ്റ് 1 വ്യാഴാഴ്ച രാത്രി 11:28 വിമാനം കരിപ്പൂരിലിറങ്ങി. വെള്ളിയാഴ്ച പുലർച്ചെ 12:10 കോലാലംപൂരിലേക്ക് തിരിച്ചും പറന്നു. 180 പേർക്ക് സഞ്ചരിക്കാവുന്ന വിമാനത്തിൽ 149 യാത്രക്കാരുമായി വിമാനം കരിപ്പൂരിലെത്തി. 171 പേരുമായി കോലാലംപൂരിലേക്ക് പറന്നു. ആഴ്ചയിൽ 3 ദിവസമാണ് സർവീസ്. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ കോലാലംപൂരിൽ നിന്ന് കോഴിക്കോട്ടേക്കും, ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ കോഴിക്കോട് നിന്ന് കോലാലംപൂരിലേക്ക്. കോലാലംപൂരിൽ നിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കണക്ഷൻ വിമാന സർവീസുകൾ ലഭിക്കുമെന്നതിനാൽ കോഴിക്കോട് കോലാലംപൂർ സർവീസ് വിദ്യാർത്ഥികൾക്കും വ്യാപാരികൾക്കും വിനോദസഞ്ചാരികൾക്കും ഗുണകരമാകും. റഷ്യ, ചൈന, ഓസ്ട്രേലിയ, തായ്ലൻഡ്, കൊറിയ തുടങ്ങിയ വിവിധ ഭാഗങ്ങളിലേക്കുള്ള യാത്രകൾ ഇനി എളുപ്പമാകും. ഒപ്പം കോഴിക്കോട് വിമാനത്താവളത്തിന് പുതിയ പ്രതീക്ഷകളുടെ ആകാശവാതിലും തുറക്കും. എയർ1 ന്യൂസ്, കരിപ്പൂർ. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി.